ومن أخلاقهم رضي الله تعالى عنهم നമ്മൾ എണ്ണി വരുന്ന സൂഫിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വഭാവ ഗുണത്തിൽപ്പെട്ടതാണ് എന്ത്? അദ്മു വസുവസതിഹിം ഫിൽ വുളൂഇ വസ്സലാത്തി വൽ ഖുർആനി ബിഹാ. ഒന്നുണ്ടാക്കുമ്പോഴും നിസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിലും വസുവാസ് എന്ന് പറയുന്ന ഒന്നില്ല. ചില ആൾക്കാർ ഒന്നുണ്ടാക്കുന്നത് കണ്ടാൽ തോന്നും ഇങ്ങനെ കാമ്പെടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തിക്കൂട്ടാവുന്നിട്ടിട്ട്. അതുപോലെ നിസ്കാരത്തെ കിബിറിട്ടുണ്ടാലോ വല്ലാത്തിനടങ്ങാറ്. നിസ്കാരത്തിൽ ഓത് കണ്ടാലെ ഇജാക്ക ഞാനാക്കി എന്നും പറഞ്ഞു കണ്ടുള്ള തസ്വീസ്. ഇങ്ങനെയുള്ള വസ്വാസൊന്നും ഈ മഹാന്മാർക്കില്ല. ഇത് നല്ലവോ ഈദാലിക്കുൽ ഇബാദാത്തി മറ്റ് ഇബാദത്തുകൾ വസ്വാസില്ല. മഅമുബാലഗത്തി അഹദിഹിം ബിൽ വറഇൽ ഗായത്തി. ഇവർ ഓരോരുത്തരും വറഇന്റെ സൂക്ഷ്മയുടെ കാര്യത്തിൽ അങ്ങേയറ്റം എത്തിയവരാണ്. അതോടൊപ്പം തന്നെ വസ്വാസില്ല. വദാലിക അതില്ലാന്ന് പറഞ്ഞ എന്തുകൊണ്ട്? ഈ വസ്വാസിൽ അന്ന ഹുസ്വല അസൽ വസ്വസത്തി, ഈ സ്വീപ്പുണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനമുണ്ടാകുന്നത് ഇന്നമാഹുവ വിഷയമായിട്ടും അത് വരുന്നത് മിൻ ഉൽമത്തിൽ കൽബി, അത് ഹൃദയത്തിന്റെ ഇരുളുന്ന വരുന്നത്. അവിടെ പ്രഭയില്ല. ഉൽമത്തുൽ കൽബി, കൽബിന്റെ ഇരുളോ മിൻ ഉൽമത്തിൽ അഅ്മാലിന, അഅ്മാലിന്റെ ഉൽമത്ത. അഅ്മാല് മോശമായപ്പോ കൽബ് മോശമായി. ഉൽമത്തുൽ അഅ്മാലി മിൻ അക്ലിൽ ഹറാമി വസുബ്ഹാത്തി, ഹറാമായതോ അല്ലെങ്കിൽ ഹറാമും ഹലാലും തിരിച്ചറിയാത്ത സാധനങ്ങളേതോ ഭക്ഷണം കഴിച്ചു. ഇങ്ങനെ ഹറാമോ സുബഹയുള്ള ഭക്ഷണം കഴിച്ചപ്പോൾ അതിനാൽ അമലൊക്കെ മോശമായി, പ്രകാശമില്ലാത്ത അമലുകളായി. അപ്പൊ പ്രകാശമില്ലാത്തതായിരിക്കുന്ന അമൽ കാരണമായിക്കൊണ്ട് എന്തുവരും? കൽബുകളും ഇരുളിലായി. കൽബ് ഇരുളലാകുമ്പോൾ എന്തുണ്ടാകും? വസ്വാസ് ഉണ്ടാകത്തീരും. അങ്ങനെ പൈശാചികമാണ് ഈ വസ്വാസ് എന്ന് പറയുന്നത്. അവൻ അഹക്കമ അക്കരൽ ഹലാലി, ഹലാലെ തിന്നു, അക്രൽ ഹലാലി ഹലാലെ തിന്നു എന്ന് ഉറപ്പിച്ചാൽ, അങ്ങനെ വിധിച്ചു കഴിഞ്ഞാൽ ഫലൈസൽ ഇബ്ലീസ് അലൈഹി സബീർ മുത്ലഖ, ഒരു നിലയിലും ഇബ്ലീസിന് ഇവരെ സ്വീപ്പാക്കാൻ കഴിയില്ല, ഒരു അധികാരവും കിട്ടൂല. ഹലാലെ കഴിക്കൊള്ളുന്ന് ഉറപ്പിക്കണം. അതങ്ങനെ കഴിക്കും വേണം. വഖദ് അകല ഖൗമുൻ, ഒരിക്കൽ ഒരു വിഭാഗം ആളുകൾ ഭക്ഷിച്ചു അദ്ഇമത്തുൽ ദുൽമത്തി വൽ മസാകിൻ വൽ ഖുലാത്തി വൽ മുബാശിരീന, കാലിമാരുടെയും മുബാശിരിമാർ കൂടിച്ചേർന്നവരുടെയും മിസ്കീന്മാരുടെയും അക്രമകാരുടെയൊക്കെ ഭക്ഷണം കഴിച്ചു. അങ്ങനെ കൂട്ടർ കഴിച്ചുപോയി. വമൻ യബിഉ അലൈഹിം മിനത്ത് തുജാരി വഗൈരിഹിം, കച്ചവടക്കാരും അല്ലാത്തവരും അവരുടെ മേലിൽ വന്ന് വിൽപ്പന നടത്തും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകളും തലബുൽ ഹുദൂറ മഅല്ലാഹി തആല, അവരാണെങ്കിൽ അള്ളാഹുവിന്റെ കൂടെ ഹുദൂറിന്റെ തേടുന്നു. വൽ ഖുശൂഅ ഫി ഇബാദത്തിഹിം, അവർക്കുള്ള ആരാധനകളിൽ ഇബാദത്തിൽ അവരെന്താകുന്നു? ഇബാദത്തിൽ അവരെന്താന്ന് ചോദിച്ചാൽ അള്ളാഹ് കൂടെ ഉണ്ട് എന്നും ഭക്തി ഉണ്ടെന്നൊക്കെ പറയുന്നു. പിന്നെ അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ചെന്നത് അറിവ്. നിമ്മ തറക്കൂഹു, എന്താണത്? അവർ ഉപേക്ഷിച്ചതാണല്ലോ. അതെന്താണ് അവർ ഉപേക്ഷിച്ചത്? ആ ഉപേക്ഷിച്ചതിനെ തൊട്ട് അവർക്ക് ഇതിലെന്താണ് ആരാധന കർമ്മങ്ങൾ പ്രവർത്തിച്ചത് എന്താണെന്ന് അവരറിയും. ഇത്യാദി കാര്യങ്ങളൊക്കെ തേടിക്കൊണ്ടിരിക്കുകയും എന്നിട്ട് ഈ പറയുന്ന ആൾക്കാരെ ഭക്ഷണം കഴിച്ചു. ഇങ്ങനെ വരികയാണെങ്കിൽ അലം യസിക്കലഹും ദാലിക, ആ ഇബാദത്ത് അവർക്ക് ശരിയാവുകയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അഹദുഹും, അവരിൽ നിന്ന് ആരെങ്കിലും അത് ഹാസിലാക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കിട്ടിയതായിരിക്കുന്ന ഒന്നിന്റെ അറ്റം എന്താണെന്നറിയാമോ? അൽ അനാ വത്തഅബ വൽ ഖഫ്സ ബിൽ ഹവാഇ ഹാലൻ നിയ്യത്തി ബിസ്സലാത്തി. നിസ്കാരത്തിൽ എന്താണെന്നറിയാമോ? നെയ്യത്ത് വെക്കും. ആ സന്ദർഭത്തിൽ അന്തരീക്ഷത്തിലുള്ളതായിരിക്കുന്ന വിഷമം അന്തരീക്ഷത്തിലൂടെ പറക്കുക. ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിഷമങ്ങളും മറ്റുള്ളതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. എന്നാ വാസ്തവത്തിൽ അവർ എങ്ങനെ ചോദിച്ചാല് അന്നഹു യസ്ഫാദു ഷൈഅൻ, എന്തോ ഒരു വസ്തു വേട്ടയാടുന്നവരെ പോലെയാണിവൻ. സഫലത്തുമിന്നതി, തന്റെ കയ്യിൽ നിന്ന് വീണ് പോയിട്ടുണ്ട്, അതിനെ തേടുന്നത് പോലെയുണ്ട്.
അപ്പൊ തറാഹു എന്നിട്ട് അതിനെ അവൻ കാണുകയും ചെയ്യുകയാണ്. അപ്പൊ കയ്യിൽ നിന്നെന്തോ വീണുപോയി. ആ വീണുപോയതിനെന്താണ്? തേടുകയാണ്, വേട്ടയാടുകയാണ്. അതിനവൻ കാണുന്നുണ്ട്. ആ നിലയിൽ നിസ്കാരത്തിൽ നിൽക്കുന്നതിന് കുഴപ്പം ഇങ്ങനെയാണ്. ഇതാ കബ്ബറ, ഈ പറഞ്ഞ ആൾക്കാരിൽപ്പെട്ട ആരെങ്കിലും നിസ്കരിക്കുമ്പോൾ തെക്ബീർ കെട്ടിയാൽ യഖൂലു, തെക്ബീർ കെട്ടാൻ തുടങ്ങുമ്പോൾ അത് പറയാ അക്ക 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 ബാർ 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 ഇങ്ങനെ പറയാം. ഇനി ഓതാൻ ഉദ്ദേശിച്ചാൽ യഖൂലു യാസീൻ 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 അൽ 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 ഹിയ. ഇനി ഇൻ അറാദ യതശഖദ യഖൂലു, അത്തയ്യാത്ത് ഓതാൻ ഉദ്ദേശിക്കുകയാണ് ഇങ്ങനെയുള്ള മനുഷ്യനാണെങ്കിൽ അവൻ പറയും അത്ത 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 അയ്യാസ് ഇങ്ങനെ പറയും. ഇനി സലാം വീട്ടിയാലോ വസ്വാസിന്റെ പോലായി പറഞ്ഞതേ വൈദാ സല്ലമ യഖൂലു, സലാം വീട്ടുകയാണെങ്കിൽ അവൻ പറയാ ഇങ്ങനെ പറയും. ഇങ്ങനെ വനഹവദാലിക്ക ഇതുപോലത്തൊക്കെ പറയും. കമാഹുവ മുഷാഹദുൻ മിൻ അഹ്വാലിം, അത് വസ്വാസ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ നിന്ന് കാണപ്പെടുന്നത് പോലെ ഒക്കെ ഉണ്ട്. ഈ രൂപത്തിലുള്ള വസ്വാസൊന്നും മഹാന്മാർക്ക് ഉണ്ടാവില്ല. വഖദ് അഫ്താ ബഅദുൽ ഉലമാ ബിഇത്ലാലി സ്വലാത്തി ബിദാലിക, ഇത്തരം വസ്വാസോട് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാകുമെന്നാണ് ചില പണ്ഡിതന്മാരുടെ ഫത്വ. തൊടുവക്കാന ബാദ് പറയുന്നു ഇന്നഹു ലൈസ ബിഖുർആനിൻ വലാ ദിക്രി, ഇയാൾ ചൊല്ലിയ ദിക്റും ഖുർആനൊന്നും അല്ല, അത് അയാളിൽ എന്തോ ഉണ്ടാക്കി പറഞ്ഞതല്ലാതെ. വഇന്നമാ ഹുവ കലാമുൻ അജ്നബി മിൻ കലാമിൽ ആദമീന, മനുഷ്യവർഗത്തിൽ സംസാരിക്കപ്പെട്ട എന്തോ അതിന്റെ കലാമാണ്, മറ്റൊന്നുമല്ല എന്നാണ്. ആലഹു സാഹിബുഹു അലാ വജ്ഹിൽ അംർ, ഈ വാക്കൊക്കെ ഉച്ചരിച്ചത് ആ വ്യക്തി മനഃപൂർവമാണ്, മറന്നിട്ടല്ല. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെയുള്ളതായിരിക്കും വസ്വാസം ഉണ്ടാകുന്ന പരിപാടി ആർക്കില്ല, ഈ മഹാന്മാർക്കില്ല. വഖദ് കാന ശൈഖുനാ സയ്യിദി അലിൽ ഖവ്വാസ് റഹിമഹുല്ലാഹു തആല യഖൂലു, മാൻ പറയുന്നു ഇന്നഹ തബാ യത്തസിം ബിഹി ഹൗലായിൽ മുവസ്വിസൂന, വസ്വാസാക്കപ്പെട്ടതായ മുവസ്വസൂന, വസ്വാക്കപ്പെട്ടതായിരിക്കുന്ന ഈ കൂട്ടക്കാരി അടയാളം ഏറ്റവും ബന്ധപ്പെട്ടത് എന്താണോ? ആ യുക്കാലോ, ഇതിലേറെ നല്ലത് ഇങ്ങനത്തെ ആളുകൾക്ക് പറയപ്പെടല് മുബത്തദിഅത്തുൻ, ഇയാൾ പുത്തനാശയക്കാരനാണ്, ലാ ഫുഖഹ, അയാൾ ഫിഖ് അറിയുന്ന ആളല്ല എന്നാ പറയേണ്ടത്. എന്തുകൊണ്ട്? വദാലിക്കാത് ഈ അന്നഹദുഹും, ഈ വസ്വാസുള്ള ആള് റുബ്ബമാ യതവഹമു, ചിലപ്പോൾ അയാൾ ഊഹിക്കും ബുത്ലാന ഇബാദത്തി സ്വഹാബത്തി വത്താബിഈന വൽ അഇമ്മത്തിൽ മുജ്തഹിദീന, കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചതായിരിക്കുന്ന മുജ്തഹിദുകളായിരിക്കുന്ന ഇമാമാർ, സ്വഹാബത്തിനെ പിൻപറ്റി ജീവിച്ച താബിഈകൾ, നബിനെ പിൻപറ്റി കണ്ട് വിശ്വസിച്ചതായിരിക്കുന്ന സ്വഹാബത്ത്, ഇത്തരം ആൾക്കാരുടെ ഇബാദത്ത് ബാത്തിലാണെന്ന് ചിലപ്പോൾ ഇയാൾക്ക് തോന്നിപ്പോയത് അപകടമല്ലേ? ഇയാളെ കാട്ടിക്കൂട്ടിലുണ്ടാല് മിൻഹും, അവരിൽപ്പെട്ട ആരെങ്കിലോടും നീ പറയുകയാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ വുളൂഇ അസ്ഹാബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെയോ നബിന്റെ സ്വഹാബാക്കളുടെയോ ഉളു എങ്ങനെയായിരുന്നോ ആ ഉളു നിനക്ക് എങ്ങനെ കിട്ടിയോ അതുപോലെ നീ ഉളുണ്ടാക്കെന്ന് പറഞ്ഞാൽ റുബ്ബമാലായിറുള്ള വിദാലിക, അത് പറയുമ്പോ അത്തരം കാര്യം കൊണ്ട് അവൻ പൊരുത്തപ്പെട്ടില്ല എന്ന് വന്നേക്കാൻ ചിലപ്പോ. സൽപോലായതു സിഖത്തു, അങ്ങനെ പറഞ്ഞത് ശരിയാണെന്നുള്ള വിശ്വാസം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ വരും. ഇത് വലിയ അപകടമല്ലേ? നസ്അലുല്ലാഹൽ ആഫിയത, ഇത്തരം രോഗങ്ങളെത്തുള്ള സുഖം അല്ലാഹുവോട് നമ്മൾ ചോദിക്കുന്നു. വഹാദാ ഹുവൽ ളലാലുൽ മുബീൻ, ഈ വസ്വാസൊക്കെ വ്യക്തമായിരിക്കുന്ന പിഴവാണ്. വഖദ് ബസത്നൽ കലാമ അലാ ദാലിക, അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന സംസാരം ഇതിനേക്കാൾ വിശദമായി സംസാരിച്ചിട്ടുണ്ട് നമ്മൾ. എവിടെ? ഫിൽ ബാബിൽ ഖാമിസ് അസറ മിൻ കിതാബിന അൽ മിനൽ കുബ്ര, നമുക്കൊരു കിതാബുണ്ട്, അൽ മിനൽ കുബ്ര എന്ന് പറയുന്ന കിതാബുണ്ട്. ആ കിതാബിലെ 15ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ഇതിനെപ്പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഫറാജിഉ, അതുകൊണ്ട് ആ മിനൽ കിതാബ് എന്ന് പറയുന്ന മിനൽ കിതാബിനെയും തേടിക്കോ. ഈ നടത്തതാലിക്ക, ഇതിനെപ്പറ്റി നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തടാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിനാണ് സർവസ്തോത്രം. ഇനി നോക്കൂ, വമിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു തആല അൻഹും, മഹാന്മാരുടെ ഗുണം, കത്മാനുഹും അൽ അസ്റാർ, എന്ത് രഹസ്യമുണ്ടെങ്കിലും അതെന്താവില്ല, വെളിവാക്കൂല, മറച്ചു വെക്കും.
വഅദമു തബ്രിയു അഹദൻ മാ യസ്മഉഹു ബിയഖിഹി, ആരെങ്കിലുടെയും ബാധ്യതയിൽ എന്താണോ അവർ കേട്ടതെങ്കിൽ ആ കേട്ടതിനെ ഒന്നും ഇന്നാളി നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് ഒരാൾക്കും എത്തിച്ചു കൊടുക്കലുമില്ല. രഹസ്യങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. ഇതാണ് ഏറ്റവും നല്ലൊരു സ്വഭാവം തന്നെയല്ലേ അത്. നമ്മളോ പറയരുതെന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് നമ്മളറിയാതെ മറ്റുള്ള പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ്. എങ്ങനെ അല്ലാഹു തആലാന്റെ വഖദ് ഖാലു, എത്രത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടെന്ത്, ഖുലൂബുൽ അഹ്റാരി ഖുബൂറുൽ അസ്റാർ, സ്വതന്ത്രന്മാരായിരിക്കുന്ന മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾ അസ്റാറിന്റെ രഹസ്യങ്ങളുടെ ഖബറുകളാണെന്ന് പറഞ്ഞാൽ ആ ഖൽബിന്റെ അകത്തളത്തിൽ അതീവ രഹസ്യമായി പലതും സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. വഇല്ലം യകുൻ അഹ്ലുല്ലാഹി തആല യക്തുമുൽ അസ്റാറ, എങ്ങനെ അല്ലാഹു തആലയുടെ അഖിലുകാരായിരിക്കുന്ന ആളുകൾ രഹസ്യങ്ങളെ ഒന്നും മറച്ചു വെക്കാത്തവരായിട്ടുണ്ട് എങ്കിൽ പോലും ഫമൻ ബഖിയ യക്തുമുഹ, അങ്ങനെ അവൻ ആരാണെന്നറിയാമോ? അങ്ങനെയാണ് എങ്കിൽ ഇത്തരം രഹസ്യങ്ങൾ അവശേഷിപ്പിക്കുന്നത് ആരാ? വഹാദുൽ ഖുൽഖു എന്നാൽ ഈ സ്വഭാവം ഖസ്വാറു ഗരീബൻ ഫീ ഹാദ സമാൻ, ഈ പറയുന്ന നൂറ്റാണ്ട് കാലങ്ങളിലൊക്കെ വളരെ അകങ്കലെയുള്ള ഒറ്റപ്പെട്ട ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. ആർക്കത് വല്ലാതെ ഇല്ല. ഇപ്പോൾ എങ്ങാനും ഈ സന്ദർഭത്തിലെങ്ങാനും ഒരു വചനം ശൈഖ് കേട്ടാൽ ശൈഖ് അത് കേൾക്കുന്നു, എന്നിട്ട് പോയി ഹക്കീഹ, അതിനെ ശൈഖ് ഉദ്ധരിച്ചു കൊടുക്കുകയാണ്. അതിനെ ഉദ്ധരിച്ചു കൊടുക്കുന്നു. ഈ പറയുന്ന ഷെയ്ഖിന്റെ മേൽ കടന്നു വരുന്ന കൂട്ടത്തിൽ അധികന്മാരുണ്ടോ അവരോട് എന്തു പറയും? ഈ പറഞ്ഞതായിരിക്കുന്ന കരിമത്ത് അങ്ങനെ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ ആ കരിമത്തിലുണ്ടായേക്കാം ഖറാബുദ്ദിയാർ, വീടുകളെല്ലാം തകർന്ന് തരിപ്പണമാകാൻ പറ്റുന്നെന്ന് അതിലുണ്ടായേക്കാം. അങ്ങനെ നീ കാണുന്നതാണ് എന്ത് യഖൂലു പറയുന്നതായിട്ട്. അത് അഖ്ബറനാ ബിദാലിക ശഖ്സുൻ മിൻ ഔലിയാഇല്ലാഹി തആല, അല്ലാഹ് ഈ ശൈഖ് പറയാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾപ്പെട്ടതായിരിക്കുന്ന വ്യക്തി ഇതുകൊണ്ട് നമ്മോട് വിവരം പറഞ്ഞിട്ടുണ്ട്. ലാ യസിഖു ബിയഖിഹി തുഹ്മത്തുൻ, എത്രത്തോളം എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണ പോലും ശരിയല്ല, അത്രത്തോളം നല്ലൊരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. യുസമ്മീഹി വലിയൻ മിൻ ഔലിയാഇല്ലാഹി തആല, അള്ളാന്റെ ഔലിയാക്കൾ പെട്ടതായിരിക്കുന്ന ഒരു വലിയായിട്ട് അദ്ദേഹത്തിന് പേര് വിളിക്കുകയും ചെയ്യും. എന്നാൽ ഹാലു എത്രത്തിൽ അവസ്ഥ എന്താണെന്നറിയാമോ? അന്നഹു മഅദൂദും മിനൽ ഫാസിഖീൻ, ഇത്തരം ആളുകളൊക്കെ ഈ ഷെയ്ഖിനൊക്കെ എവിടെയുണ്ടും സമ്മാടി കൂട്ടങ്ങളിലാണ് എണ്ണപ്പെടുക. അതെന്തുകൊണ്ട്? ബിനഖലിൻ നമീമത്തി, ഈ നമീമത്തിനെ ഉദ്ധരിക്കൽ കാരണം കൊണ്ട്, വയഫ്സാദിഹി ബൈനൻ നാസി, ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഫസാദ് ഉണ്ടാക്കുന്ന കാരണം കൊണ്ടും, വഇല്ലം യഖ്സുഹു വദാലിക, യഥാർത്ഥത്തിൽ ഇവൻ അതിനെ കരുതിയിട്ടില്ല എങ്കിലും ഇതാണ് ഇവന്റെ ലക്ഷ്യം. വബിൽ ഹദീസ്, ഹദീസിൽ വന്നിട്ടുണ്ട് എന്ത്, ലാ യദ്ഖുൽ ജന്നത ഫത്താത്തുൻ ഐനമ്മാമൻ എന്നർത്ഥം. അപ്പൊ സ്വർഗീയ ലോകത്ത് ഫത്താത്ത് കടക്കൂല എന്ന ഏഷണിക്കാരൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് ഹദീസിലുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് ഈ മഹാന്മാർ. അപ്പൊ ഒരാളോടും രഹസ്യം ഉണ്ടാവൂല, അതറിയാമോ? പറയാൻ പോകൂല, മറച്ചു വെക്കും. ഇങ്ങനെ രഹസ്യം സൂക്ഷിച്ചു വെക്കുന്ന ആളുകളും വിശ്വാസമില്ലാത്ത ആൾക്കാരുമായിരുന്നു ഇവർ.